പിതാവായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ദാവീദിൻ്റെ സങ്കീർത്തനം 145 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ്. എൻ്റെ ദൈവവും രാജാവുമായ അങ്ങയെ ഞാൻ പുകഴ്ത്തും. ഞാൻ അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. അനുദിനം ഞാൻ അങ്ങയെ പുകഴ്ത്തും. അങ്ങയുടെ നാമത്തെ എന്നേക്കും വാഴ്ത്തും. കർത്താവ് വലിയവനും അത്യന്തം സുസ്ഥർഗനുമാണ്. അവിടുത്തെ മഹത്വം അഗ്രാഹ്യമാണ്. തലമുറ തലമുറയോട് അങ്ങയുടെ പ്രവൃത്തികളെ പ്രകീർത്തിക്കും. അങ്ങയുടെ ശക്തമായ പ്രവൃത്തികളെപ്പറ്റി പ്രഘോഷിക്കും. അവിടുത്തെ പ്രതാപത്തിൻ്റെ മഹത്വപൂർണമായ തേജസ്സിനെ പറ്റിയും അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെപ്പറ്റിയും ഞാൻ ധ്യാനിക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, അനുദിനം ഞാൻ കർത്താവിനെ പുകഴ്ത്തും. അപ്പോൾ അനുദിനം നമ്മൾ ദൈവത്തെ സ്തുതിക്കണം, പുകഴ്ത്തണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് കിട്ടുന്ന സമയമെല്ലാം കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറയോട് നമ്മുടെ കർത്താവിനെ പറ്റി നമ്മൾ വിവരിക്കണം. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്, നമ്മൾ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തെക്കുറിച്ച്, നമ്മുടെ ദൈവം നമുക്ക് തരുന്ന നന്മകളെക്കുറിച്ച് എല്ലാം നമ്മൾ മറ്റുള്ളവരോട് വിവരിച്ചു കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര അത്ഭുതമാണ് ദിവസം ദൈവം നമ്മോട് കാണിക്കുന്നത്. നമ്മൾ രാത്രിയുടെ യാമങ്ങളിലെല്ലാം കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അനേകർ രാത്രിയുടെ യാമങ്ങളിൽ കിടന്നുറങ്ങി രാവിലെ ആയപ്പം വീടുമില്ല, ജനങ്ങളുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ പോകുന്നില്ലേ? അവിടെ നിന്നെല്ലാം വ്യത്യസ്തമായി ദൈവം നമ്മെ ഇപ്രകാരം കാത്തു സൂക്ഷിച്ചുവെങ്കിൽ ആ 7000 പേരോടൊപ്പം നമ്മളും തിരഞ്ഞെടുക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, യത്നിക്കാം. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടോ, കർത്താവിന് വേണ്ടി ഞാൻ മരിക്കാനും തയ്യാറാണെന്ന്. അങ്ങനെ പറയരുത് പ്രിയപ്പെട്ടവരെ. കർത്താവിന് വേണ്ടി മരിക്കാനല്ല, കർത്താവിന് വേണ്ടി നമ്മൾ ജീവിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. നാം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിശബ്ദതയിൽ ആണ്ടുപോയി. മരിച്ചവൻ മൗനം ഭവിച്ചു, പിന്നെ ഒന്നും ചെയ്യുന്നില്ല. ആ സമയം ജീവിച്ചിരിക്കുന്നവനാണ് കർത്താവിനെ പുകഴ്ത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിനെ പുകഴ്ത്താം. ഇന്ന് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള കുറേ വ്യക്തികളുണ്ട്. അവരെല്ലാം യേശുവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കെല്ലാം വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തി. എന്നാലും യേശുവെ, അവർ പറഞ്ഞ് പ്രാർത്ഥനയിൽ, ഗ്രൂപ്പിലിടുന്ന പ്രാർത്ഥനയിലൊക്കെ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണേന്ന്. ഇപ്പോൾ എല്ലാവരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗത്തിൽ നിന്ന് പൂർണ്ണമോചനം കിട്ടുവാൻ കർത്താവെ അവരെല്ലാം സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. രോഗികളായിരിക്കുന്ന എല്ലാ മക്കളെയും രോഗത്തിൽ നിന്ന് മോചനം കൊടുക്കണമേ കർത്താവെ. കടബാധ്യതയുള്ള മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ എല്ലാം സമർപ്പിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, എന്ത് രോഗമാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയാതെ ഡോക്ടർമാർ ഒത്തിരി മരുന്നുകളൊക്കെ ചെയ്തിട്ട് രോഗം മാറാതിരിക്കുന്ന അങ്ങനെയുള്ള മക്കളെ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. കർത്താവിൻ്റെ കരം അവരുടെ മേൽ നീട്ടണമേ, അത്ഭുത കരം നീട്ടണമേ കർത്താവേ. അങ്ങയുടെ അത്ഭുത പ്രവൃത്തികളെ പ്രകീർത്തിക്കാൻ തക്കവിധം ഓരോ ജീവിതങ്ങളുടെ മേലും അങ്ങയുടെ ശക്തമായ കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗീയ പിതാവിൻ്റെ പരിശുദ്ധിയിൽ ഓരോ മക്കളും നിറയട്ടെ. കർത്താവ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ആ വിശ്വസ്തതയിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമേ. ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ മക്കളെയും സഹായിക്കണമേ അപ്പച്ച. ഈ പ്രാർത്ഥന പകർന്നു കൊടുക്കുകയും കർത്താവെ, ഈ പ്രാർത്ഥന കേൾക്കുമ്പോൾ ശ്രദ്ധയോടിരുന്നു കേൾക്കുവാനും ആ വചനം എടുത്ത് വായിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ കർത്താവെ അവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയിൽ എല്ലാ മക്കളെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യക്കരം അവരോടൊപ്പം ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമീൻ. പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്ന ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു.
കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കും. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവ് നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.